നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുനർജനി എന്ന എൻ്റെ ചാനലിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ, അതായത് എൻ്റെ വിജയത്തിലേക്ക് നയിച്ച ചില വഴികളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ജീവിതത്തിൽ മാനസികമായും സാമ്പത്തികമായും ഒരുപാട് തളർന്നിരിക്കുന്നവർക്ക് ഈ ചാനൽ ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിലെത്തിയപ്പോൾ കിട്ടിയ ഒരു കൂട്ടം തിരിച്ചറിവുകളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ബ്രഹ്മമുഹൂർത്തത്തെ പറ്റിയാണ്. ഇതെന്താണെന്ന് കേട്ടറിവ് മാത്രമുള്ള ആളായിരുന്നു ഞാൻ. പക്ഷേ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തപ്പോൾ ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് ബ്രഹ്മമുഹൂർത്തം? ഹൈന്ദവാചാരപ്രകാരം കാലങ്ങളായി കേട്ട് ശീലിച്ച ഒന്നാണ് ബ്രഹ്മമുഹൂർത്തം എന്ന പദം. എന്നും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ആയുസ്സിനും ആരോഗ്യത്തിനുമുപരി ജീവിതത്തിൽ എല്ലാ തലത്തിലും പുരോഗതി ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം. ചിട്ടയായ ജീവിതശൈലിയുടെ പ്രതിഫലനം എന്ന നിലക്കാണ് പണ്ടുള്ളവർ ബ്രഹ്മമുഹൂർത്തത്തെ ഉണരുന്നതിനെ കണ്ടിരുന്നത്. കേവലം ആചാരത്തിൻ്റെ ഭാഗമായി മാത്രമല്ല, ആയുർവേദ വിധിപ്രകാരവും യോഗശാസ്ത്രപ്രകാരവുമെല്ലാം ബ്രഹ്മമുഹൂർത്തം ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രാചീന കാലത്ത് യോഗി വര്യന്മാരും മറ്റും ബ്രഹ്മമുഹൂർത്തം എന്നതിനേറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ആയുർവേദ പ്രകാരം ഈ സമയത്ത് ഉണരുന്നത് രോഗങ്ങൾ അകറ്റാനും ആയുസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപാണ് ബ്രഹ്മമുഹൂർത്തം. ഒരു മുഹൂർത്തം എന്നത് 48 മിനിറ്റാണ്. ബ്രഹ്മമുഹൂർത്തമായി കണക്കാക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപായുള്ള സമയമാണ്. കാലാവസ്ഥ സൂര്യൻ്റെ ഉദയാസ്തമയങ്ങളെ ബാധിക്കുന്നതിനനുസൃതമായി ഓരോ ദിവസത്തെയും ബ്രഹ്മമുഹൂർത്തം മാറിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും ഭൂരിപക്ഷം സാഹചര്യങ്ങളിലും ഇത് ഏകദേശം പുലർച്ചെ 4:30 മണിയോടെയാണ് കരുതപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ബ്രഹ്മമുഹൂർത്തം ദിവസത്തിലെ മികച്ച സമയങ്ങളിൽ ഒന്നാകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ സമയത്ത് അന്തരീക്ഷത്തിൽ നേസൽ ഓക്സിജൻ ധാരാളം ഉണ്ടാകും. ഇത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഈ സമയത്ത് ഉണർത്തെഴുന്നേറ്റ് ശ്വസന പ്രക്രിയ ചെയ്താൽ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനും ഉണ്ടാകും. ശരീരത്തെ ശക്തിപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അത് ഉത്തമമാണ്. ഈ സമയത്ത് എഴുന്നേൽക്കുന്ന വ്യക്തിക്ക് നല്ല ഊർജം അനുഭവപ്പെടുകയും ചെയ്യും. എന്നാൽ വേറെയൊരു ഇമ്പോർട്ടൻ്റായ കാര്യം ഓർക്കേണ്ടത്, ബ്രഹ്മമുഹൂർത്തം എല്ലാ ആളുകൾക്കും ഉണർന്നെഴുന്നേൽക്കാൻ പറ്റിയ സമയമല്ലെന്നാണ് അഷ്ടാംഗഹൃദയം പറയുന്നത്. ഗർഭിണികൾ, കുട്ടികൾ, നേരത്തെ തന്നെ ഈ ചിട്ടകൾ പിന്തുടരാത്ത പ്രായമായവർ, ശാരീരിക മാനസിക രോഗങ്ങളുള്ളവർ, തലേന്ന് കഴിച്ച ഭക്ഷണം ദഹിക്കാത്തവർ എന്നിവർക്കെല്ലാം ഈ ചിട്ട ദോഷം ചെയ്യും. മാത്രമല്ല, അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന തരത്തിലുള്ള ജോലികൾ ഈ സമയത്ത് ചെയ്യുന്നതും ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന ചിന്തകൾ വളർത്തുന്നതും ശരിയല്ല. ധ്യാനത്തിനും പഠനത്തിനും ഉത്തമമായ സമയമായി ഇത് കണക്കാക്കുന്നു. എന്നാൽ ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തെ നശിപ്പിക്കുകയും രോഗങ്ങൾ വരുത്തുകയും ചെയ്യുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഈ സമയത്ത് എഴുന്നേറ്റ് ഫ്രഷായി കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ കലങ്ങി മറഞ്ഞ മനസ്സിന് ക്ലാരിറ്റി ലഭിക്കുന്നു. കൂടാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസും ലഭിക്കുന്നു. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക വഴി മനസ്സിൽ കൂടുതൽ ഇൻറ്റ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ശാരീരികപരമായ ദഹനപ്രക്രിയ ത്വരിതപ്പെടുത്തുകയും നമ്മുടെ ശാരീരിക ഊർജം ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റാൽ ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. എഴുന്നേറ്റ ഉടനെ ബ്രഷ് ചെയ്ത് നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നു. രണ്ടാമതായി ഒരു 5 മിനിറ്റ് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുന്നു. പിന്നെ ഇഷ്ടമുള്ള ദൈവത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി നാമം ജപിക്കാം. ശേഷം ഒരു 10-15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. തുടക്കക്കാർക്ക് ഗൈഡഡ് മെഡിറ്റേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് ഒരു 15 മിനിറ്റെങ്കിലും, അത് നിങ്ങൾക്ക് ഏത് ബുക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സെൽഫ് ഹെൽപ്പ് ബുക്ക് ആകുന്നത് ഏറ്റവും മികച്ച ഒന്നാണ്. ശേഷം ഇഷ്ടമുള്ള ശാരീരിക പ്രക്രിയകൾ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന്, യോഗ ഇഷ്ടപ്പെടുന്നവർക്ക് യോഗയും എക്സസൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് എക്സസൈസും ചെയ്യാവുന്നതാണ്. ഇത് ശരീരത്തിന് കൂടുതൽ ഊർജവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ഒരു 15 മിനിറ്റ് നേരം പോസിറ്റീവ് അഫർമേഷൻ കേൾക്കാവുന്നതാണ്. ഇത് ശരിക്കും നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തെന്നാൽ നമ്മുടെ ജീവിതായുസ്സിൽ
നമ്മളുടെ ബ്രെയിനിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പല ലിമിറ്റഡ് ബിലീഫ്സിനെയും മാറ്റി പുതിയ ചിന്തകളും നിറയ്ക്കാൻ ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നുവോ അത് ഒന്ന് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ഏത് ആക്ടിവിറ്റിയും ചൂസ് ചെയ്യാവുന്നതാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ കഴിഞ്ഞ 2 വർഷമായി ഞാൻ ഫോളോ ചെയ്തു വന്നിരുന്ന എൻ്റെ ബ്രഹ്മമുഹൂർത്ത റുട്ടീനാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ലൈക്ക് തന്ന് എന്നെ അറിയിക്കുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഈ ബ്രഹ്മമുഹൂർത്ത സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ അതിനു മുന്നേയും പിന്നെയുമുള്ള ജീവിതം എടുത്തു നോക്കിയാൽ ഒട്ടേറെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഒരടുക്കും ചിട്ടയും എൻ്റെ ജീവിതത്തിൽ തീർച്ചയായും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഒട്ടനവധി മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുമുണ്ട്. ഈ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്.